കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ ബാമ ആകെ കരുതുള്ളി നിൽക്കുവാണ്. ശ്യാമയോട് ദേഷ്യപ്പെടുവാണ്. എന്നാലും നിന്റെ ചേച്ചിക്ക് എങ്ങനെയാടി എൻ്റെ മോനടി ക്രൂരത ചെയ്യാൻ തോന്നിയത്? എങ്ങനെയാ എൻ്റെ മോന് വിഷം കൊടുക്കാൻ തോന്നിയത്? ഇങ്ങനെ ഒരുത്തിയാണല്ലോ എൻ്റെ മോനിങ്ങനെ സ്നേഹിച്ച് പിന്നാലെ നടന്നത്. രോഹിത്തെ, നീ ഇവിടെ നിൽക്കണ്ട. ഇവളെന്ന് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഇവൾ നിനക്കായിരിക്കും വിഷം കലക്കി തരാൻ പോകുന്നത്. വാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രോഹിതിനെയും പിടിച്ചു വലിച്ച് ബാമ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ കാറിൽ കയറി അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ സത്യമ്മ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്ന് നിൽക്കുക. എന്നിട്ട് രാഘവൻ്റെ അരികിലേക്ക് ചെല്ലുക. അച്ഛാ, കേട്ടില്ലേ സത്യമ്മ എന്തൊക്കെയാണ് പറയുന്നത്? വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചിക്ക് പ്രാണനാ. അങ്ങനെയുള്ള കുഞ്ഞേച്ചി എങ്ങനെയാണ് വിഷ്ണുവേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയുന്നത്? ഇതിലെന്തോ ഒരു ചതി നടത്തിയിട്ടുണ്ട് അച്ഛാ. അന്നേരം രാഘവൻ പറയണേ, ഭാമ വിഷ്ണുവിന് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവളുടെ സമനില തെറ്റി. അതിൻ്റെ സങ്കടത്തിലും വിഷമത്തിലും അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. അതൊന്നും മോള് കാര്യമൊക്കെണ്ട. ഈശ്വര, എന്തായിരിക്കും എൻ്റെ മോന് പറ്റിയിട്ടുണ്ടാവുക? നമ്മളിപ്പോൾ തെറ്റും ശരിയും കണ്ടെത്തിക്കൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേ എന്നും പറഞ്ഞ് രാഘവനോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ. ഈ സമയം ഡോക്ടേഴ്സ് എല്ലാവരും വിഷ്ണുവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. പുറത്ത് ഐസിയുവിൻ്റെ പുറത്ത് തന്നെ ശാലിനിയും അനുപല്ലവിയും പോലീസുകാരും എല്ലാവരും നിൽക്കുന്നുണ്ടാകും. ശാലിനി അങ്ങനെ ടെൻഷനോടെ പുറത്ത് നിന്ന് വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രബോസിനെ കാണുന്നതും ശാലിനി ചോദിക്കണേ, എന്താ എൻ്റെ വിഷ്ണുവേട്ടന് പറ്റിയത്? ഞാൻ കോടതിയിൽ നിന്ന് കണ്ടിട്ട് പോകുമ്പോൾ എത്ര ആരോഗ്യത്തോടെ ഇരുന്നത് എൻ്റെ വിഷ്ണുവേട്ടൻ, പിന്നെന്തായി കുറച്ച് സമയം കൊണ്ട് സംഭവിച്ചത്? എങ്ങനെയാണ് വിഷ്ണുവേട്ടൻ ഈ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലെത്തിയത്? അതിനുത്തരം താനാ പറയേണ്ടത്. അന്നേരം ചന്ദ്രബോസ് പറയണേ, മാഡം ഇത് എന്നോട് ചോദിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യത്തിൽ ഞാൻ എന്തിനാ എൻ്റെ വീട്ടിൽ പോയി വിളിച്ച് ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അന്നേരം ചന്ദ്രബോസ് പറയണേ, അല്ല മാഡത്തിന് പ്രത്യേക ശ്രദ്ധയുള്ള കാര്യമുള്ള വിഷ്ണുവിൻ്റെത്. അതുകൊണ്ട് തന്നെ വിഷ്ണു മര്യാദക്ക് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ മാഡത്തിന് അമ്മേനെ വിളിച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ ശാരദാമ്മ കൊണ്ടുവന്ന ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവിന് അസ്വസ്ഥത തുടങ്ങിയത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല എന്ന് ശാലിനി പറയണേ. അന്നേരം ചന്ദ്രബോസ് പറയണേ, മാഡം വേണമെങ്കിൽ സ്റ്റേഷനിലുള്ള ഏത് പോലീസുകാരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. എല്ലാവരും അതിന് സാക്ഷികളായിരുന്നു. മാഡം എന്നാണെങ്കിലും മാഡത്തിന് അമ്മയെ തന്നെ ഒന്ന് വിളിച്ചു ചോദിക്ക്. ചിലപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഇനി അഥവാ ആരും കഴിച്ചില്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാമല്ലോ. സമയം കളയാതെ വിളിച്ചു നോക്ക് മാഡം. അങ്ങനെ ശാലിനി അപ്പം തന്നെ ഫോൺ എടുത്ത് ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയം ശാന്ത ആയിരിക്കോട്ടെ ഫോൺ എടുക്കുന്നത്. ഹലോ അമ്മേ. അന്നേരം ശാന്ത പറയണേ, മോളെ ശാരദാമ്മ ഇവിടെ ഇല്ല, മാർക്കറ്റിലേക്ക് പോയിരിക്കുക, ഫോൺ എടുത്തിട്ടില്ല. എന്താ മോളെ, എന്താ ഈ സമയത്ത്? അന്നേരം ശാലിനി ചോദിക്കണേ, ശാന്തേച്ചി അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ? ഇവിടെ ആർക്കും ഒരു പ്രശ്നവും. അല്ല, മോളൊന്നും അങ്ങനെ ചോദിച്ചത്. അന്നേരം ശാലിനി പറഞ്ഞേ, അത് പിന്നെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ട് വിഷ്ണുവേട്ടന് വല്ലാത്ത അസ്വസ്ഥതയും വയ്യായികയൊക്കെ വന്നു. ഇപ്പോൾ വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, അങ്ങനെയാണോ? പക്ഷേ ഇവിടെ ഭക്ഷണം എല്ലാവരും കഴിച്ചതാ, അവർക്കാർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ലല്ലോ. ആ ഭക്ഷണം തന്നെയാണ് ശാരദാമ്മ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അന്നേരം ശാലിനി പറഞ്ഞേ, എന്താണെങ്കിലും അമ്മ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറ. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുകൊണ്ടോ ശാലിനി. എന്നിട്ട് ശാലിനി ആലോചിക്കണേ, എങ്ങനെയാ ഒരാൾക്ക് മാത്രം ഫുഡ് പോയ്സൺ വരുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുറ്റത്തെ വിഷമിച്ച് നിൽക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമേനെ അന്വേഷിച്ച് പൊന്നു പുറത്തേക്ക് വരിക. ആ കുഞ്ഞ് ഇവിടെ ഇരിക്കുമായിരുന്നോ? രാഘവ സാറ് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഈ സമയം ശ്യാമയാണെങ്കിൽ പലതവണ ശാലിനിയുടെയും ശാരദാമ്മയുടെയൊക്കെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. അന്നേരം ശ്യാമ പറയണേ, ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുമ്പിലേക്ക് വരാനാ? അച്ഛൻ എന്നോട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനായിരിക്കും വിളിക്കുന്നത്. എനിക്കും സത്യമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ. അച്ഛൻ്റെ മുമ്പിൽ പോയി ഞാൻ എന്ത് മറുപടി പറയാനാ? വിളിച്ചിട്ടാണെങ്കിൽ ആരും ഫോൺ എടുക്കുന്നില്ല. കുഞ്ഞേച്ചി വിളിച്ചാൽ കുഞ്ഞേച്ചി എടുക്കുന്നില്ല. അമ്മ വിളിച്ചിട്ട് അമ്മ എടുക്കുന്നില്ല. ഒരു കാര്യം അറിയാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ ചോദിക്കുമ്പോൾ ഞാനും എന്ത് പറയാനാ? ഇനി മനഃപൂർവ്വം ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടും അച്ഛനിൽ നിന്നും മറച്ചു വെക്കുന്നതാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം കൊടുത്തിട്ടാ വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നല്ലേ സത്യമ്മ പറയുന്നത്. ഈ സമയം പൊന്നു പറയണേ, എന്താണെങ്കിലും കുഞ്ഞങ്ങോട്ടേക്ക് വാ. കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് കുഞ്ഞില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ലെന്നേ. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇതേസമയം രാഘവനാണെങ്കിൽ അകത്ത് ശ്യാമയെ കാത്തിരിക്കുവാണ് കേട്ടോ. ഈ പൊന്നി ഇതെവിടെ പോയതാ? ഇവള് വിളിക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലെ കാര്യമൊന്നും അറിയാതെ സമാധാനമില്ല. എന്തായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ? എനിക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ചേനെ, ആരുടെയും കാല് പിടിക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് രാഘവൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുവാണ്. പെട്ടെന്ന് അവിടെ വീണ് പോകുവാണ് കേട്ടോ. ഈ സമയം അകത്തേക്ക് വരുന്ന ശ്യാമയും പൊന്നിയും ഈ കാഴ്ച കാണുക. അയ്യോ അച്ഛ, എന്താ ഇത് എന്ന് പറഞ്ഞ് ഓടി വന്ന് അവർ രാഘവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാണ്. എന്നിട്ട് കസേരയെ കൊണ്ടുവരുത്തുക. എന്താ അച്ഛ ഇത്? ഞങ്ങളിപ്പോൾ വരുമായിരുന്നില്ലേ? എന്തിനാ അച്ഛൻ എഴുന്നേക്കാൻ ശ്രമിച്ചത്?
എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ? എനിക്കൊരു കുഴപ്പമില്ല. മോളെ ശ്യാമേ, എന്തെങ്കിലും കാര്യം അറിഞ്ഞോ? വിഷ്ണുവിനിപ്പോൾ എങ്ങനെയുണ്ട്? ആരെങ്കിലും ഫോണിൽ വിളിച്ചായിരുന്നു നീ? അന്നേരം ശ്യാമ പറയണേ, എനിക്കും അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അറിയൂ. സത്യമ്മ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്കറിയാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയവരെല്ലാവരെയും ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. അന്നേരം രാഘവൻ വീണ്ടും ചോദിക്കണേ, മോളെ നീ സത്യമാണോ പറയുന്നത്? അഥവാ എന്തെങ്കിലും അറിഞ്ഞിട്ടും എനിക്ക് വിഷമമൊക്കെയെന്ന് എഴുതി മറച്ചു വെക്കുന്നതാണോ? അല്ലച്ച, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. ഇത്രയും നേരം ഞാനും പൊന്നി ചേച്ചി മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയം രാഘവൻ പറയണേ, എന്തായിരിക്കും ആരും ഫോൺ എടുക്കാത്തത്? ഇനി എൻ്റെ വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അതുകൊണ്ടാണോ ആരും ഫോൺ എടുക്കാത്തത്? അന്നേരം ശ്യാമ പറയണേ, ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അച്ഛാ, റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ആരെങ്കിലും ഉടനെ തന്നെ വിളിക്കാതിരിക്കില്ല. അച്ഛൻ സമാധാനത്തോടെ ഇരിക്കും. എനിക്ക് സത്യമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ട് സങ്കടം. എൻ്റെ കുഞ്ഞേച്ചിയല്ലേ വിഷ്ണുവേട്ടന് വിഷം കൊടുത്തു എന്ന് സത്യമ്മ പറയുന്നത്. വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചിയുടെ പ്രാണനാണ്. വിഷ്ണുവേട്ടൻ ജയിലിലായി എന്നറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ പുറത്തെടുക്കാനായിട്ട് രാപ്പകലില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയുള്ള ആളാണ് വിഷ്ണുവേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. സത്യമ്മക്ക് ഇതുവരെ വിഷ്ണുവേട്ടന് കുഞ്ഞേച്ചിക്കും ഇടയിലുള്ള സ്നേഹവും അടുപ്പും എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. അന്നേരം രാഘവൻ പറയണേ, എനിക്കറിയാം മോളെ, ഷാലിനിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ചതി നടത്തിയത് ആ ACP തന്നെയായിരിക്കും, ചന്ദ്രബോസ്. അയാൾക്ക് വിഷ്ണുവിനോടും നമ്മുടെ കുടുംബത്തോടുമുള്ള പക നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഈ കുടുംബത്തിലെ എത്ര പേരെ കൊന്നാലും തിന്നാലും അയാളുടെ പക തീരില്ല. അയാളുടെ തന്നെ എന്തെങ്കിലും ചതിയായിരിക്കും ഇത്. അയാൾ ചിലപ്പോൾ തല്ലി ചതിച്ചിട്ട് കുറ്റമെല്ലാം ഷാലിനി കൊണ്ട് തലയിൽ കെട്ടിയിട്ടതുമായിരിക്കാം. ഭാമക്കാണെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ മതിയല്ലോ, അതിൻ്റെ അറ്റവും തുമ്പ് പിടിച്ച് അതിൽ മോശം വശം മാത്രം അവൾ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ അതിൻ്റെ പിന്നിലെ സത്യം കണ്ടെത്താനായിട്ട് അവളെ കൊണ്ട് പറ്റില്ലല്ലോ. ഭഗവാനെ, എന്താണെങ്കിലും എൻ്റെ മോന് ഒരബദ്ധം വരുത്താതെ അവന് ജീവനോട് തന്നെ നീ എൻ്റെ മുമ്പിലേക്ക് അയക്കണേ എന്നും പറഞ്ഞ് രാഘവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് രാഘവൻ പറയണേ, എനിക്കെന്താണെന്നറിയില്ല മോളെ, ഒരു പരവേശം പോലെ ഞാൻ റൂമിലൊന്ന് പോയി കിടക്കട്ടെ. പിന്നെ ആരെങ്കിലും വിളിക്കുകയോ മറ്റോ ചെയ്യുവാണെങ്കിൽ ആ വിവരം അപ്പം തന്നെ മോളെന്നെ അറിയിക്കണേ. അങ്ങനെ പറഞ്ഞ് രാഘവൻ റൂമിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ വീണ്ടും ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ശാന്ത ഫോൺ എടുക്കുവാണ്. ഹലോ അമ്മേ. അന്നേരം ശാന്ത പറഞ്ഞേ, മോളെ അമ്മ മാർക്കറ്റിലേക്ക് പോയിരിക്കുക, ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഈ സമയത്തായിരിക്കോട്ടെ ശാരദാമ്മ തിരികെ വരുന്നത്. അന്നേരം ശാന്ത പറയണേ, ആ ശ്യാമ മോളെ, ഇത് ശാരദാമ്മ വരുന്നുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മക്ക് വേഗം തന്നെ ഫോൺ കൊടുക്കുക. ഹലോ ശ്യാമേ, എന്താടി ഈ സമയത്ത്? അന്നേരം ശ്യാമ പറയണേ, അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യങ്ങൾ? അമ്മയാണോ ഇന്ന് വിഷ്ണുവേട്ടന് ഫുഡ് കൊണ്ടുപോയി കൊടുത്തത്? ആ അതെ. അതിനിപ്പോൾ എന്താ? എന്തിനാ ഞാൻ കൊണ്ടുപോയി ഫുഡ് കൊടുത്തത് സത്യം അറിഞ്ഞോ? അല്ല, ഞാൻ ഫുഡ് കൊണ്ടുപോയി കൊടുത്തത് സത്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അന്നേരം ശ്യാമ പറയണേ, അതൊന്നും അല്ലമ്മേ, വിഷ്ണുവേട്ടനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അമ്മ കൊടുത്ത ഫുഡ് കഴിച്ചിട്ട് വിഷ്ണുവേട്ടൻ എന്തോ അസ്വസ്ഥതകളൊക്കെ തോന്നിയെന്ന്, അങ്ങനെ ഹോസ്പിറ്റലിലായത്. ഇതറിഞ്ഞ സത്യമ്മ ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അയ്യോ ശ്യാമേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേ അമ്മേ, സത്യമാണ്. എന്നിട്ടിപ്പോൾ വിഷ്ണുവിന് എങ്ങനെയുണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോയാൽ ആരെയും വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. എന്നാൽ നീ ഫോൺ വെക്ക്, ഞാൻ ശാലിനി ഒന്ന് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ശാരദാമ്മ കോള് കട്ടാക്കുവാണ്. എന്നിട്ട് ശാന്തയോട് പറയണേ, ഇവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ട് വിഷ്ണുവിൻ ഹോസ്പിറ്റലിലാണെന്ന്. അതേ ശാരദാമ്മേ, ഞാനും അറിഞ്ഞു, ശാലിനി എന്നെ വിളിച്ചിരുന്നു. ഈശ്വര, എന്താണാവോ സംഭവിച്ചത്? അങ്ങനെ ശാരദാമ്മ ടെൻഷനോട് കൂടി ശാലിനിയെ വിളിക്കുവാണ് കേട്ടോ. മോളെ, എന്താ സംഭവിച്ചത്? വിഷ്ണുവിനിപ്പോൾ എങ്ങനെയുണ്ട്? അന്നേരം ശാലിനി പറയണേ, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഡോക്ടേഴ്സ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടത് ചോറ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവേട്ടനെയായിരുന്നു. മോളെ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഹോട്ടലിൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് വിഷ്ണുവിനും കൊടുത്തത്. നമ്മളും അതൊക്കെ തന്നെയാണ് കഴിച്ചത്. എന്നിട്ട് നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. മോളെ, ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ? നീ എവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ? വേണ്ടമ്മേ, അമ്മ ഇപ്പം ഇങ്ങോട്ട് വരണ്ട. ഇവിടെ അമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. തെറ്റിപ്പോൾ നമ്മുടെ ഭാഗത്താണെന്നാണ് പറയുന്നത്. ഇതറിഞ്ഞാൽ സത്യാമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ മോളെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലേട്ടനെ അങ്ങോട്ടേക്ക് അയക്കാം. അന്നേരം ശാലിനിയാണേ, അതൊട്ടും വേണ്ടമ്മേ, ഇവിടെ ആകെ പ്രശ്നം നടക്കുവാണ്. അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് മതി. എന്താണെങ്കിലും അത് ഞാൻ തന്നെ ഫേസ് ചെയ്തോളാം. ഈ സമയത്തായിരിക്കോട്ടോ ബാമയും രോഹിത്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ബാമ അങ്ങനെ വേഗം തന്നെ ഐസുവിൻ്റെ ഫ്രണ്ടിലൂടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ബാമ. അന്നേരം ശാലിനി ശാരദാമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ എന്താണെങ്കിലും സമാധാനത്തോടെ ഇരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം. അന്നേരം ശാരദ പറയണേ, ഞാൻ എങ്ങനെയാണ് മോളെ സമാധാനത്തോടെ ഇരിക്കുന്നത്? ഞാനിവിടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. വിഷ്ണുവിൻ്റെ അവസ്ഥ എന്തായെന്ന് നീ അപ്പം തന്നെ വിളിച്ചറിയിക്കണം. വിഷ്ണുമോന് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ നീ പറയണേ. ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. വിഷ്ണുമോൻ തിരിച്ചു വരണം, എന്നിട്ട് നീ തന്നെ അത് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ സങ്കടത്തോടെ ശാരദാമ്മ കോള് കട്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ ശാലിനി തിരിയുമ്പോഴായിരിക്കോട്ടോ അവിടെ നിൽക്കുന്ന ബാമയെ കാണുന്നത്. അന്നേരം ബാമ ദേഷ്യത്തിൽ ചോദിക്കണേ, എന്താ എൻ്റെ മോൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് സന്തോഷിക്കുവാണോ നീ?
നീയും നിൻ്റെ അമ്മയും വീട്ടുകാരും എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായി അല്ലേടി? ദേ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ഭാമ കലുതുള്ളിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ശാലിനി. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്